നിങ്ങൾ കാത്തിരുന്ന ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഡേറ്റ് ഈ സമയപരിധിക്കുള്ളിൽ അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ സീറ്റ് നഷ്ടമാകുന്നതായിരിക്കും. സോ ഈ കാണുന്ന സൈറ്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് റിസൾട്ട്സ് പരിശോധിക്കാവുന്നതാണ്. ഹായ് എവരിവൺ, നിങ്ങൾ കാത്തിരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നാളെ ജൂലൈ 8 മോർണിംഗ് 10 മണിക്ക് ശേഷം പ്രവേശനം സാധ്യമാകും വിധം ഞങ്ങളുടെ വെബ്സൈറ്റിൽ റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ നാളെ ജൂലൈ 8 10 മണിക്ക് ശേഷം ജൂലൈ 9 വൈകുന്നേരം 4 മണി വരെ മക്കൾക്ക് പ്രവേശനം നേടാവുന്നതാണ്. ആൻഡ് പ്രവേശന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആകെ 57,712 പേരാണ് സപ്ലിമെൻ്ററിയിൽ അപേക്ഷിച്ചിരുന്നത്. അതിൽ 50 പേരെ ഇതിലേക്ക് പരിഗണിച്ചു. കാരണം അതിനുള്ള റീസൺ എന്ന് പറയുന്നത് അവർക്ക് അർഹതയില്ലാത്തതും തെറ്റായ ഓപ്ഷനുകൾ നൽകിയതുമാണ്. സോ 57,662 കുട്ടികളെയാണ് ഇപ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് എങ്ങനെയാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് നിങ്ങൾ ചെക്ക് ചെയ്യാന്നുള്ളത് നോക്കുമ്പോൾ സപ്ലിമെന്ററി അലോട്ട് റിസൾട്ട്സ് എന്ന ലിങ്കിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെന്റ് റിസൾട്ട്സ് പരിശോധിക്കാൻ സാധിക്കുന്നത്. ശ്രദ്ധിക്കുക, സപ്ലിമെന്ററി അലോട്ട് റിസൾട്ട്സ് എന്ന ലിങ്കിലൂടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കുന്നത്. ആൻഡ് അലോട്ട്മെന്റ് ലെറ്റർ അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൽ നിന്നും അഡ്മിഷൻ സമയത്ത് പ്രിന്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ നൽകുന്നതാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ജൂലൈ 9 വൈകിട്ട് 4 മണിയാണ് നിങ്ങളുടെ സമയപരിധി. ഈ സമയപരിധിക്കുള്ളിൽ അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ റദ്ദാകുന്നതാണ്. ആ കാര്യം മക്കളെല്ലാം ശ്രദ്ധിക്കുക. ആൻഡ് നിങ്ങൾ കാത്തിരുന്ന ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഇതിന് ശേഷം എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. ആൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെന്റിനെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം തീർച്ചയായിട്ടും എല്ലാ ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് ആദ്യം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഏഗൺ തന്നെയായിരിക്കും. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സപ്ലിമെൻ്ററിയും ട്രാൻസ്ഫറും കാത്തിരിക്കുന്ന മക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നമുക്ക് അടുത്ത ഒരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. ബൈ.